ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. അതിനെ നമുക്ക് അത് പോകേണ്ടത് എവിടാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് കിടക്കുവാൻ നല്ല മെത്തയുണ്ട്, താമസിക്കാൻ നല്ല വീടുണ്ട്, നമുക്ക് നല്ല കുട്ടികളുണ്ട്, നമുക്ക് നല്ല ഭവനമുണ്ട്, നമുക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലൂടെ ആത്മാവിന് ഇരിപ്പിടം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ അതിലെ മതങ്ങൾക്കോ രാഷ്ട്രീയ ഇസങ്ങൾക്കോ ഒരിക്കലും ഒന്നിനും ഒരു സാധ്യത ലഭിക്കാൻ തരാൻ കഴിയത്തില്ല. തരുവാൻ കഴിവുള്ളവൻ യേശു മാത്രമാണ്. ആമേൻ, ഹല്ലേലൂയ. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമമുണ്ട്, യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിന്റെ വരവാസന്നമായിരിക്കും. 2019 മുതൽ 23 വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു മാരകമായ രോഗമായിരുന്നു കൊറോണ. കൊറോണ വന്ന് എത്ര പേര് മരണപ്പെട്ടു. അതിനുശേഷം വെള്ളപ്പൊക്കം വന്നു, ഭൂമികുലുക്കങ്ങൾ വന്നു, എത്രയോ ഉരുൾപൊട്ടലുകൾ വന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ഇനി മനുഷ്യര് ഭയത്തോടൊക്കെ ജീവിക്കുന്നില്ല. മനുഷ്യൻ ഇങ്ങനെ അഹങ്കാരത്തിന്റെ നടുവിലാണ്. ദ്രവ്യാഗ്രഹം വർദ്ധിക്കുകയാണ്. അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്ത് മനുഷ്യർ സ്നേഹിക്കുന്ന ദ്രവ്യാഗ്രഹമാകുന്നു. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരാണ്. അതുകൊണ്ട് അനുസരണം കെട്ടവരായി മാറുകയാണ്. ഈ ദേശത്തെ ന്യായവിധി മാറണമെങ്കിൽ, ഈ ദേശത്തും ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി മാറണമെങ്കിൽ എല്ലാവരും യേശുവിനെ അറിയുക, മാനസാന്തരപ്പെടുക, പാവങ്ങൾ ഏറ്റുപറയുക, കഴിവ് പ്രാപിക്കുക, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അതാകുന്നു വഴി, അതാകുന്നു സത്യം, അതാകുന്നു ജീവൻ. ആ യേശുവിൽ വിശ്വസിക്കുക, ആ യേശു കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കുക. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്നുള്ള വചനപ്രകാരം ഇന്ന് പകൽക്കാലം ഈ മുളയക്കോടിലെ എല്ലാ നിവാസികൾക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.